കടൽ. ഇനി നമ്മൾ ആദ്യം സൂചിപ്പിച്ച എറണാകുളം പനമ്പള്ളി നഗറിലെ ആ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ വാർത്തയിലേക്ക് പോവുകയാണ്. ആ കൊലപാതകം ശ്വാസം മുട്ടിച്ചാണ് എന്നാണ് യുവതിയുടെ മൊഴി. കുഞ്ഞ് കരഞ്ഞാൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വായിൽ തുണി തിരികെ കയറ്റി. 8 മണിയോടെ അമ്മ വാതിലിൽ മുട്ടിയപ്പോൾ പരിഭ്രാന്തിയിലായ യുവതി കയ്യിൽ കിട്ടിയ കവറിൽ കുഞ്ഞിനെ ഫ്ളാറ്റിൽ നിന്ന് താഴേക്ക് എറിയുകയായിരുന്നു. പേടിയിൽ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞുവെന്നും യുവതി മൊഴി നൽകി. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, മനസാക്ഷി ഞെട്ടിച്ചതാണ്, പക്ഷെ അപ്പോൾ പോലും കുറേ ആശങ്കകളുണ്ട്. അതൊരു വല്ലാത്ത ഒരു കേസായി പോലീസിന്റെ ഡയറിയിൽ നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് യുവതി മൊഴിയാൻ നൽകിയത്? എൽദോ, യുവതിയുടെ മൊഴി സംബന്ധിച്ചുള്ള അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിയ മൊഴിയെക്കുറിച്ചുള്ള ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ അത് പുറത്തു വരുന്നത്. എൽദോ വാർത്തയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം, വളരെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത, ഒരു അമ്മയ്ക്ക് അത് ചെയ്യാനൊക്കെ കഴിയുമോ, അമ്മയ്ക്ക് എന്നല്ല ആർക്കും ഒരു പിഞ്ചു കുഞ്ഞിനെ ഈ രീതിയിൽ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമോ എന്നെല്ലാം തന്നെ ആശങ്കപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോഴാണ് അവർ എങ്ങനെയാണ് ഇതെല്ലാം ചെയ്തത് എന്നത് സംബന്ധിച്ച് പോലീസിനോട് പറഞ്ഞതിൻ്റെ മൊഴിയുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ആ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു, ഒപ്പം അതിൽ കരയാതിരിക്കാൻ ആ കുരുന്നിൻ്റെ വായിൽ തുണി തിരികെ എന്നതെല്ലാം തന്നെ പറയുന്നു. പുറത്ത് അമ്മ 8 മണിയോടുകൂടി വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ പരിഭ്രാന്തിയിലാണ് പിന്നീടുണ്ടായ കാര്യങ്ങൾ ചെയ്ത് കയ്യിൽ കിട്ടിയ ഒരു കവറിലാക്കി കുഞ്ഞിനെ പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നതെല്ലാമാണ് അതെല്ലാമാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ സംബന്ധിയായ കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇവരുടെ അറസ്റ്റ് പോലീസ് ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും. ഇതിൽ ഇനി തുടരുന്ന ഒരു നിയമ നടപടികൾ എന്ന രീതിയിൽ പറയുന്നത് മജിസ്ട്രേറ്റ് അവരുടെ മൊഴി രേഖപ്പെടുത്തും. നിലവിൽ അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിലാണ്. പോലീസിൻ്റെ ഒരു കസ്റ്റഡിയിൽ തന്നെയാണ്, നിരീക്ഷണത്തിൽ തന്നെയാണ് അവർ. മജിസ്ട്രേറ്റ് എത്തി അവരുടെ മൊഴി അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി രേഖപ്പെടുത്തും. നിലവിൽ അവർ പോലീസിനോട് കുറ്റസമ്മതമെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. താൻ ഇത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ഇതിൽ അവർ പറയുന്ന കാര്യങ്ങളിൽ ഗർഭം അലസിപ്പിക്കാനായിട്ടുള്ള ചില ശ്രമങ്ങളെല്ലാം തന്നെ തുടക്കം അവർ ചെയ്തു എന്നതാണ്. ഇതിൽ സമൂഹ മാധ്യമങ്ങളടക്കം ഇക്കാര്യങ്ങളിൽ അവർ ഈ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത്തരം ചില അന്വേഷണങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ നടത്തിയിട്ടുള്ളതായിട്ട് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അങ്ങനെ ഈ കുട്ടി ഇല്ലാതാക്കാനുള്ളൊരു ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടന്നു. പിന്നീട് അത് നടക്കാതെ വന്നു. ഈ പെൺകുട്ടി പിന്നീട് വീട്ടിലേക്ക് വന്നതിന് ശേഷം മുറിയിൽ നിന്ന് അധികം പുറത്തിറങ്ങാറില്ല എന്നതെല്ലാമാണ് പറഞ്ഞിരുന്നത്. അതായത് പുറത്തിറങ്ങിയാൽ തന്നെ അത് വീട്ടുകാരുടെ ശ്രദ്ധയിലേക്ക് വരാതിരിക്കാൻ വളരെ അയഞ്ഞ വസ്ത്രങ്ങളെല്ലാം തന്നെ ധരിച്ചിരുന്നു എന്നെല്ലാമാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ പോലീസ് വിശദമായ രീതിയിൽ തന്നെ മൊഴിയെടുക്കും. കാരണം ഈ രീതിയിൽ ഇവർക്ക് മാത്രമാണ് പങ്ക് എന്ന് പോലീസ് ഇന്നലെ പറഞ്ഞുവെങ്കിൽ കൂടി അതിൻ്റെ ഒരു മറ്റു പരിസരം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് താൻ ബലാത്സംഗത്തിനിരയായി ആ രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാഹചര്യം എന്താണ് എന്നതടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരാൾ യുവാവിനെ കുറിച്ചുള്ളൊരു വിശദാംശങ്ങൾ ഇവർ ഇന്നലെ തന്നെ നൽകിയിട്ടുണ്ട്, മൊഴിയിലെല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഒരാൾ, അയാളുമായുള്ള ഒരു അടുപ്പമാണ്, അയാൾ നിർബന്ധിതമായി തന്നെ ഇതിന് കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഫോൺ, ഈ പെൺകുട്ടിയുടെ ഫോൺ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇത് അവർ പറഞ്ഞത് അത്രയും ശരിയാണോ, ഈ രീതിയിൽ തന്നെയുള്ളതായിരുന്നു, ഇവരുടെ ഒരു ബന്ധം എന്തായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. അതിന് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ സുഖമായതിനു ശേഷം ഒരുപക്ഷെ അത് പക്ഷേ ഇന്ന് ഉണ്ടാകുമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കൂടുതൽ എടുത്തേക്കാം ആശുപത്രിയിൽ നിന്ന് വിടുതലാവാൻ. അങ്ങനെയെങ്കിൽ അവരെ ഒരു കസ്റ്റഡിയിൽ വാങ്ങിച്ച് കുറച്ചുകൂടി വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഈ യുവാവിനെ സംബന്ധിയായ കാര്യങ്ങളിലേക്ക് പോലീസ് തിരിയുക. അത്തരം കാര്യങ്ങൾ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗത്തിലേക്ക് തന്നെ മാറുകയും ചെയ്യും. നിലവിൽ പോലീസ് ഇവർക്കെതിരെ എടുത്തിരിക്കുന്ന കേസ് കുട്ടിയെ കൊലപ്പെടുത്തിയെന്ന ആ കൊലക്കുറ്റം തന്നെ ചുമത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു പരാതി ഇത് സംബന്ധിച്ച് ഈ യുവാവിനെ സംബന്ധിച്ചുണ്ടാവുകയാണെങ്കിൽ അത് മറ്റൊരു കേസായി മാറുമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അത് പീഡന കേസായിട്ട് തന്നെ മാറുമെന്നാണ് പറഞ്ഞത്. ഇന്നലെയും പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദർ സംബന്ധിച്ച് പറഞ്ഞത് ഒരു അതിജീവിതയാണ്, അവരൊരു വ്യക്തിമാണ് എന്ന രീതിയിലാണ് ഇന്നലെ സംസാരിച്ചത്. എന്തായാലും അത് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് പോലീസ് മുന്നോട്ട് നീങ്ങുന്നില്ല. അവരുടെ ഈ മൊഴി അവർ പറയാനിടയാക്കിയ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കും.
എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ, അവരെ മൊഴിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് മജിസ്ട്രേറ്റ് സ്വാഭാവികമായും അവിടെ എത്തി മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും അത്തരമൊരു നടപടി ഉണ്ടാകുന്നെങ്കിൽ ഇന്ന് ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക. ഇവരുടെ കുടുംബത്തെ, അത് ഇന്നലെ അവർ പറഞ്ഞിരിക്കുന്നത് വീട്ടുകാർക്ക് ഇത് സംബന്ധിച്ച് യാതൊരു രീതിയിലുള്ളൊരു അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരിൽ നിന്നെല്ലാം തന്നെ ഇവർക്ക് ഇത് മറച്ചുവെക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. അങ്ങനെ ഒരു മൊഴിയാണ് അവർ നൽകിയിരിക്കുന്നത്. വീട്ടുകാരും ഇതിന് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് മൊഴി നൽകുക. അവർക്ക് ശ്രദ്ധയിൽ ഇത് പെട്ടിരുന്നില്ല എന്ന രീതിയിലാണ് അവർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളും സാഹചര്യങ്ങളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൊഴി വിശദാംശങ്ങളടക്കം പരിശോധിക്കും. ഇവരെങ്കിൽ ഈ രീതിയിൽ പറയുന്നെങ്കിൽ അവരൊരു ഇരയാണ് എന്ന രീതിയിലേക്ക് ഒരു വാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം അവർ പറയുന്നത് ശരിയാണ് എന്നത് പോലീസ് പരിശോധിക്കും. കാരണം അത്തരം രീതിയിലേക്ക് ഒരു പരാതി ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് ശരിയാണോ എന്നതടക്കം ഇവരുടെ ഫോൺ ചാറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ യുവാവിനെയും ഇത് സംബന്ധിയായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്യും. എന്തായാലും വളരെ ഞെട്ടിച്ച, മനസാക്ഷിയെ വല്ലാതുലച്ച ഒരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വന്തം കുഞ്ഞിനെ തന്നെ ഈ രീതിയിൽ വലിച്ചെറിയുന്ന രീതിയിൽ, ഇല്ലാതാക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. അവർ പറഞ്ഞത് അത് അറിയാതെ, വീട്ടിൽ ഇത് അറിയാതെ സൂക്ഷിച്ചിരുന്നു. തനിക്ക് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട് എന്നതറിയാതെ വീട്ടിൽ പറയാതെ തന്നെ കഴിഞ്ഞു പോന്നിരുന്നു. ഇന്ന് പുലർച്ചയോടുകൂടി പ്രസവം നടക്കുന്നു. പിന്നീട് ഈ കുട്ടിയില്ലാതെ ആക്കുക എന്ന രീതിയിലേക്ക് ചിന്തകളെല്ലാം തന്നെ വന്നപ്പോൾ പെട്ടെന്നുള്ള ഒരു പരിഭ്രാന്തിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് കയ്യിൽ കിട്ടിയ കവറിലാക്കി പുറത്തേക്ക് ഈ കുഞ്ഞിനെ വലിച്ചെറിയുകയായിരുന്നു എന്നതാണ് അവർ പോലീസിന് നൽകിയിരിക്കുന്ന ഒരു മൊഴി. എന്തായാലും പോലീസ് ഈ കേസിന്റെ സാഹചര്യങ്ങൾ സംബന്ധിച്ച് വിശദമായി പരിശോധിക്കുകയാണ്. എൽദോ, ഡാനി, ഈ കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അതിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ, അത് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞായിരുന്നു, നേരത്തെയും സൂചിപ്പിച്ചിരുന്നു, ചാപിള്ളയാണോ എന്നുള്ളതൊക്കെ പരിശോധിച്ച ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നുള്ള പോലീസ്. അപ്പോൾ പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു കുഞ്ഞായിരുന്നു. മാത്രമല്ല, ഇത്രയും നാൾ ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു യുവതി ആ വീട്ടിലും ആ ഫ്ലാറ്റിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ ഇറങ്ങി നടന്നിട്ട് ആർക്കും അത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമില്ലേ? എന്താണ് അതിൽ പോലീസിൻ്റെ ഒരു നിലപാട്? ഈ ഒരു ശാസ്ത്രീയ പരിശോധനാ ഫലമൊക്കെ എപ്പോഴത്തേക്ക് ലഭ്യമാകുമായിരിക്കും? എൽദോ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എൽദോ ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു പ്രേക്ഷകർ കേൾക്കുമ്പോൾ എല്ലാവരിലും ഉണ്ടാകുന്ന സ്വാഭാവികമായ ഒരു സംശയമാണ്. കാരണം ഇതെങ്ങനെയാണ് മറച്ചു വയ്ക്കാൻ കഴിയുക? അതും മറ്റുള്ളവരിൽ നിന്നാണെങ്കിൽ സ്വന്തം വീട്ടിൽ, കുടുംബത്തിനകത്ത്, വീടിനകത്ത് ഇതെങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്നെല്ലാം തന്നെ വലിയ ചോദ്യമുണ്ട്. അപ്പോൾ ഇന്നലെ അത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു പുറത്തു കൂടിയിരുന്നവർ പലരും പറയുന്നതും കാര്യങ്ങളും അങ്ങനെയാണ്. ഇതെങ്ങനെ ഇവർ ഇത്ര കാലം മറച്ചു വെച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊരു പ്രിമച്ചർ ആയിരുന്നോ എന്നതടക്കമുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. എന്തായാലും പോലീസ് അത് സംബന്ധിച്ച് ഒരു ആധികാരികമായി അവർക്ക് പറയണമെങ്കിൽ തീർച്ചയായും ഈ കുട്ടിയുടെ പരിശോധന ഫലങ്ങളെല്ലാം തന്നെ ലഭിക്കേണ്ടതുണ്ട്. അത് ഇതുവരെയും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഏതാണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുട്ടി എന്ന രീതിയിൽ തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യങ്ങളടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ ഈ രീതിയിൽ വീടിന് കാര്യമായ രീതിയിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കുറച്ച് നാളെ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്ന് പറയുന്നത്, അതായത് ഫ്ലാറ്റിന് പുറത്തേക്ക് ഇറങ്ങാറില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ നിന്ന് വീട്ടു ജോലിക്കാരി അടക്കം ഒഴിവാക്കിയിരുന്നതായും പറയുന്നുണ്ട്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കുട്ടി മുറിക്കകത്ത് തന്നെയായിരുന്നു ഏറിയ പങ്കും ചെലവഴിച്ചിരുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അത് പോലീസ് കൃത്യമായ രീതിയിലൊരു പരിശോധനകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മൊഴിയടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ കുറ്റകൃത്യത്തിൽ അച്ഛനും അമ്മയ്ക്കും പങ്കില്ല എന്ന് തന്നെയാണ് തുടക്കത്തിൽ പോലീസ് ഇന്നലെ പ്രാഥമികമായി അവരിൽ നിന്ന് എടുത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. പക്ഷേ അതൊന്നുകൂടി പരിശോധിക്കും. പ്രത്യേകിച്ച് ഈ കുട്ടിയുടെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു രീതിയിൽ ആരെങ്കിലുമായി രീതിയിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവെച്ച് സംസാരിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ഫോണിൽ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരുന്നത് ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു എന്നതടക്കമുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അവർ കൃത്യമായ ഒരു നിലപാടിലേക്ക് പോലീസ് എത്താൻ കഴിയും. മാത്രവുമല്ല, വീട്ടുകാരെയും ഇതിൻ്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഒന്നുകൂടി കടന്നു പോവുകയും ചെയ്യും.
എങ്കിൽ മാത്രമേ നേരത്തെ പൊതുവിൽ ഉന്നയിക്കപ്പെടുന്ന ആ ഒരു ചോദ്യം, എങ്ങനെ ഈ കുട്ടി ഈ യുവതി ഇത്രയും കാലം ഇത് മറച്ചു വെച്ചു, തൻ്റെ ഒരു ഗർഭാവസ്ഥ മറച്ചു വെച്ചു, വീട്ടിൽ നിന്ന് അടക്കം മറച്ചു വെക്കാൻ കഴിഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായൊരു ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അത് ഇതത്രയും പറയുന്നത് ഒരു കുടുംബം മുഴുവനായി നിന്ന് ഇതിൽ നുണ പറയുന്നതിനൊപ്പം കൂട്ടുനിൽക്കുകയാണെന്ന് പൊതുസമൂഹം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കിട്ടണമെങ്കിൽ ഈ കുട്ടിയുടെ ഇപ്പോഴുള്ള കൊല ചെയ്യപ്പെട്ട കുട്ടിയുടെ പരിശോധനകളടക്കം പൂർത്തിയാകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് അത് പൂർണ്ണ വളർച്ചയെത്തിയതായിരുന്നു, ചാപിള്ളയായിരുന്നു എന്നൊരു സംശയം ഇന്നലെ പോലീസ് കമ്മീഷണർ തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ആധികാരികത വരേണ്ടതുണ്ട്. അത് വരും മണിക്കൂറിൽ തന്നെ ഇന്ന് തന്നെ അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, മജിസ്ട്രേറ്റ് അവരെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം കുറെ കൂടി ഒരു വിശദാംശങ്ങളിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ഒപ്പം തന്നെ പോലീസ് അവരെ കസ്റ്റഡിയിൽ വാങ്ങുകയും ഇതിന് ശേഷം പോലീസിന് സ്വാഭാവികമായി നമ്മൾ ഇതുപോലെ ഉന്നയിച്ച ചില കാര്യങ്ങളുണ്ട്, ചോദ്യങ്ങളുണ്ട്. അതിനുള്ളിൽ തന്നെ ഒരു ഫോണിൻ്റെ ഒരു പരിശോധനകളടക്കം ഇവർ ചാറ്റ് ഹിസ്റ്ററി അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുകൂടി കുറച്ചുകൂടി ഇതിൽ വ്യക്തത ലഭിക്കുകയും ചെയ്യും. ഒപ്പം ഇവർ പറഞ്ഞ പരാതി സംബന്ധിച്ച പോലീസ് അപ്പാടെ അത് വിശ്വസിക്കുന്നില്ല. കാരണം താനൊരു പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള ഈ യുവതിയുടെ വാദം അത് പോലീസ് മുഴുവനായിട്ട് വിശ്വസിച്ചുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. ഈ യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് ഇവർ പറയുന്നത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മുഴുവനായും ശരിയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവരുടെ ഒരു പരാതിയിൽ മറ്റ് നടപടികൾ ഉണ്ടാവുക. അതിജീവിതയെന്ന് പോലീസ് ഇന്നലെ വിശേഷിപ്പിച്ചതുപോലെ തന്നെയാണോ കാര്യങ്ങളെന്നത് അതിനുശേഷം മാത്രമായിരിക്കും പോലീസ് കൂടുതൽ വ്യക്തത വരുത്തുക. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ യൂട്യൂബിൽ ഒരു കമന്റ് പ്രഭാഷാണ്, കഷ്ടം നേരം വെളുക്കുമ്പോൾ തന്നെ ഇത്തരം ഒരു വാർത്തയൊക്കെ വേണം, അത് ഒഴിവാക്കിക്കൂടെ, ഇന്നലെ തന്നെ കേട്ടു മനസ്സുമടുത്തു എന്നുള്ളത്. പ്രഭാഷേ, ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്, പക്ഷേ വാർത്തകൾ അത് സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ, ഇത് എങ്ങനെ മറച്ചു വയ്ക്കാൻ കഴിയും? അത് ഒരു മാധ്യമത്തിനും മറച്ചു വയ്ക്കാൻ കഴിയുന്ന സംഭവമല്ലല്ലോ. ഇത്തരം ക്രൈം വാർത്തകൾ വരുന്നു, ആ വാർത്തകൾ നമുക്ക് തമസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഞങ്ങളും അത്ര സന്തോഷത്തോടു കൂടിയല്ല ആ വാർത്ത പങ്കുവയ്ക്കുന്നത്. എന്താണെങ്കിലും നമ്മൾ